സാമ്പത്തിക പ്രശ്നം കാരണമുള്ള ബ്രെയിൻ ഡ്രെയിൻ, 2 ഇതൊക്കെ കൂടി സംഭവിച്ചപ്പോൾ അവർക്ക് ആ ഒരു ശോഭ ഒന്ന് കെട്ടുപോയി. എന്തുകൊണ്ടൊരു വൻ സാമ്പത്തിക സഹായം പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് ഇന്ത്യ കൊടുത്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്ത്യയുടെ കുറച്ച് കളിക്കാരെ കൂടി അതിൽ ഉൾപ്പെടുത്തണം, കൊച്ചുകുട്ടികളെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അവരുടെ ക്ലബ്ബുകളിൽ ടാലൻറ്റ് നിലനിർത്താൻ പറ്റും. ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോർട്സുമായിട്ട് ബന്ധമല്ല, ഇതേപോലൊരു സമാനപരമായൊരു സാഹചര്യം നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് ISROയുടെ ചരിത്രത്തിലാണ്. ആ കാലത്ത് 72-73 കാലഘട്ടത്തിലൊന്നും നമുക്ക് സ്വന്തം പൈസ ഇല്ല, പക്ഷേ നമുക്ക് ടെക്നോളജി വേണം. അതിനു വേണ്ടിയിട്ട് അന്നത്തെ ISRO മേധാവിയായിരുന്ന സതീഷ് ധവാൻ ഒരു വലിയ ബ്രില്യൻ്റ് ഐഡിയ ചെയ്തു. അത് അന്ന് ഫ്രാൻസും ഡെവലപ്പ് ചെയ്തു വരുന്ന സമയമാണ്. ഫ്രാൻസിന് മാൻ പവർ ഇല്ല. അദ്ദേഹം ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് അയച്ചു. അവിടെ പോയി അവരവിടെ ജോലി ചെയ്തു. അതിനോടൊപ്പം അവിടെ നിന്ന് പുതിയ ടെക്നോളജി അവർ പഠിച്ചെടുത്ത് ഇവിടെ വന്ന് അതാണ് ഇന്നും നമ്മുടെ പ്രധാനപ്പെട്ട റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ. ഭാഗ്യം അന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ. ഇല്ല, രക്ഷപ്പെട്ടു. ഇതാണ് വിഷൻ എന്ന് പറയുന്നത്. അതെ, ഇതാണ് വിഷൻ. ഈ വിഷൻ പ്രയോഗിക്കാൻ നമ്മുടെ ബുദ്ധിജീവികൾക്കും ഒന്നാമത് നമ്മുടെ ഇന്ത്യൻ ബുദ്ധിജീവികളെ നോക്കിയിട്ടുണ്ടോ? സ്പോർട്സിനെ കുറിച്ച് ഒരു ബോധവുമില്ല. ആകെ അറിയുന്നത് നേരത്തെ പഠിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് പഠിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്ര ശാഠ്യം മാത്രമാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ അനാലിസിസ് മുഴുവൻ നടത്തുന്നത്. ഒരു കാര്യം പറയുന്നത് സാറേ, ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലം വരെ അർജൻറ്റീനിയൻ ഫാൻസ് എന്നും പറഞ്ഞ അർജൻറ്റീന എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് മരിക്കുകയും വലിയ പടുകൂറ്റൻ കട്ടൗട്ടുകൾ വെക്കുകയും ചെയ്ത വലിയൊരു വിഭാഗം പെട്ടെന്ന് അർജൻറ്റീനിയൻ ഫാൻസ് അല്ലാതായി. കാരണം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് നേരെ അങ്ങ് സ്വിച്ച് ഓവർ ചെയ്യുകയാണ് പോർച്ചുഗലിലേക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റീന എന്ന് പറഞ്ഞ രാജ്യം പാലസ്തീനിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ അവരെ ഭീകരവാദത്തിനെ അവർ എതിർത്തു. ആ നിമിഷം അപ്പം ഇവർക്ക് ഈ ഫാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവർക്ക് ഇതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ ഏതോ ഒരു കളി, സാധാരണ കളിയാണ്, ഏതൊന്നും എനിക്ക് ഓർമ്മയില്ല, അമേരിക്ക തോറ്റപ്പോൾ ഇവിടുത്തെ പ്രമുഖ അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ വലിയ വൻശക്തികളിവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത്, എവിടെയായാലും അമേരിക്ക തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ഇവരാണ് നമ്മുടെ. അതെ, പക്ഷേ ഇനി ഒന്നുകൂടി ചുഴിഞ്ഞ് ആലോചിച്ചാൽ ഒരു തമാശ കൂടി ഉണ്ടായിരിക്കും. ആ വീട്ടിലേക്കൊന്ന് പോവുക, ഇത് പറയുന്ന നേതാവിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുക. പോയി കഴിഞ്ഞാൽ മക്കൾ മുഴുവൻ അമേരിക്കൻ വിസ കാത്തിരിക്കുകയായിരിക്കും. അതിന് സംശയമൊന്നുണ്ട്. ഒരു ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വിമാനം കയറുന്നവരാണ്. തീരും, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ ഇതൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഒരുതരം വംശവെറി എന്നൊക്കെ പറയില്ലേ, നമ്മൾ വെള്ളക്കാരെ വല്ലാതെ ചീത്ത പറയുന്നതും ഒരുതരം വംശവെറി തന്നെയാണ്, അല്ലേ? ഇപ്പോൾ പ്രധാനപ്പെട്ട കളിക്കാർ ഒരുപാട് പേരുണ്ട് നമുക്ക്. എന്തുകൊണ്ട് എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു കട്ടൗട്ട് എവിടെയും കാണുന്നില്ല? മികച്ച കളിക്കാരനല്ലേ എർലിംഗ് ഹാലൻഡ്, ഒരു കട്ടൗട്ടും കാണില്ല. എന്താ കാരണം? അദ്ദേഹം യൂറോപ്പുകാരനാണ്, വെള്ളക്കാരനാണ് എങ്കിൽ വയ്ക്കില്ല. നിങ്ങൾ കളിയാണോ നിങ്ങൾക്കിഷ്ടം എങ്കിൽ നിങ്ങൾ അത്ര നന്നായിട്ട് കളിക്കുന്ന കളിക്കാരെ ആരാധിക്കണം, വേണ്ടെന്ന് പറയുന്നില്ല. അതെ, അത് ഈ പോർച്ചുഗലാണ്. അതിപ്പോഴല്ലേ വരുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലം ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരും അംഗീകരിച്ചിട്ടില്ല. അത് ഇതിനേക്കാൾ നന്നായിട്ട് കളിച്ചിരുന്ന കാലത്ത് ഒരു പ്രശ്നം. ഈ വർഷം റിട്ടയർമെൻറ്റാണ്, ഇത് അവസാനത്തെ ലോകകപ്പാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുതരം മോശമായ രാഷ്ട്രീയമാണുള്ളത്, സങ്കുചിതമായ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രീയവും അങ്ങനത്തെ ചില രാഷ്ട്രീയം. അത് നമ്മുടെ അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്.